എടാ, നമ്മളാണല്ലോ ഫസ്റ്റ് വന്നത്. ഈ പിള്ളേരൊന്നും കാണാനില്ലല്ലോടി. ശരിയാ, ഈ പിള്ളേരൊന്നും താമസിക്കുന്നേ. പഠിപ്പിസ്റ്റ് ഓ പഠിപ്പിസ്റ്റ് എത്തിയേ. ആരും വന്നില്ലേടാ ക്ലാസ്സിലൊന്ന്? ആ അതെ, ഞങ്ങളതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരും വന്നില്ല. ചെറുക്കന്മാർക്കൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു. ആഹാ, അവന്മാർ അവിടെ നിന്ന് കളിച്ചിട്ട് ബെല്ലടിക്കുമ്പോഴായിരിക്കും അവന്മാർ കയറി വരുന്നത്. ഹായ് മാളു. ഹായ് ഡി, നീ നേരത്തെ വന്നോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളടി. ഇന്ന് എന്റെ അച്ഛനെ കൊണ്ടുവന്ന് വിട്ടുന്നത്, അതുകൊണ്ട് നേരത്തെ എത്താൻ പറ്റി. എനിക്ക് പേടിയാവുന്നടി, മാത്സ് പേപ്പറും കൂടെ ടീച്ചർ വരും എന്ന്. ആ തരാന്നല്ലേ പറഞ്ഞത്. എനിക്ക് വലിയ ടഫായിരുന്നടി മാത്സ്. ദൈവമേ, പാസ്സായി കിട്ടിയാ മതിയായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ കുറെ തല്ല് കിട്ടും എനിക്ക്. എടി എടി, പാത്ത് വരുന്നു. നമുക്ക് കളിയാക്കി ഒരു പാട്ട് പാടിയാലോ? നീ പാട്, നീ വലിയ ഗായികയല്ലേ. ശരി ശരി. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണ് നീ? നമ്മളെ പാത്തൊരു കളിയാക്കി പാടുന്ന കണക്ക് തോന്നുന്നുണ്ട് എനിക്ക്. എനിക്കും തോന്നി. അവളുടെ പാട്ടത്ര ശരിയല്ല. പാത്തോ, കേറി വാ. ഓ സൈനബ, അഴകുള്ള സൈനബ. ഹലോ മാളു, നീ എന്നെ ഉദ്ദേശിച്ചാണോ ഈ പാടുന്നേ? എടേ, അതിന് ഇയാളുടെ പേര് പാത്തു എന്നല്ലേടേ? സൈനബ എന്നാണോ? ഞാൻ സിനിമയിലെ പാട്ടാ പാടിയത്, സൈനബാരെ പാട്ട്. ഇയാളുടെ പേര് പാത്തു എന്നല്ലേ? രാവിലെ ഉടക്കാൻ നിൽക്കണ്ട എന്റെ പൊന്നു മോളെ, ഇങ്ങോട്ട് വാ. അല്ല പിന്നെ നമുക്കൊരു പാട്ട് പാടിക്കൂടെ? നീ കേട്ടിട്ടുണ്ടേ മാളു? എപ്പോഴും അവരല്ലേ നമുക്ക് പടിയായിരുന്നത്. അതുകൊണ്ട് ഞാനൊരു കുത്തിയത് തന്നെയാണടി. ഞാൻ വന്ന ബസ്സിൽ മഞ്ജു ടീച്ചർ ഉണ്ടായിരുന്നടി. ദൈവമേ, എന്നിട്ട് അവരെ മോന്തയില്ലേ കടന്തലണക്ക് ഇപ്പറ ഉണ്ട്. എന്റെ ദൈവമേ, നല്ല കളിപ്പിലാണല്ലോ. അപ്പൊ ചക്കപ്പോലത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, അതിൽ നമ്മുടെ മാത്സ് പേപ്പർ ഉറപ്പായിട്ടും ഉണ്ട്. ഇന്ന് 5 കൊടുത്തല്ലേ പറഞ്ഞത്? അപ്പൊ ഇന്ന് 5, അതായത് നമ്മളെ ക്ലാസ്. അതെ അതെ. എന്റെ ദൈവമേ, എത്ര പ്രാവശ്യം പൊസിഷൻ എഴുതണമെന്ന് എനിക്ക് ഒരു എത്തും പിടിയൊന്നും കിട്ടണില്ല. മോന്ത കണ്ടിട്ട് ഈ ക്ലാസ്സിൽ ആരും ജയിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ദൈവമേ, എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നടി. ആരതി, നീ പേടിക്കുന്നു വേണ്ടടി. ചിലപ്പോ ടീച്ചറിന് വേറെ ടെൻഷൻ എല്ലാം കാണും. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. രാവിലെ ഞാൻ ബോധം കെട്ട് വീണ് കിടന്നേട്ടാ. എന്റെ ദൈവമേ, ബെല്ലടിച്ച്. മാറിയിരിക്കും അങ്ങോട്ട്. അവളെ ഇന്നലെ വിളിച്ചപ്പോ വരുന്നാടി പറഞ്ഞത്. എടി നീ ഇപ്പുറത്തിരിക്കോടി, ഞാൻ അപ്പുറത്തിരിക്കാം. ആ ശരിയടി. ചെറുക്കന്മാരെ ദേ വരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. എടാ ചെറുക്ക, നിങ്ങൾ ഇത്ര നേരം ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കായിരുന്നാ? അല്ലാതെ ഈ ഉടക്ക ക്ലാസ് വന്നിട്ട് എന്താ നടക്കായി? ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കായിരുന്നു. ഒരു ഭാഗം ഞങ്ങളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. ഞങ്ങളെങ്കിലും അവിടെ സാറ്റ് കളിക്കുമായിരുന്നല്ല. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ വന്ന് വിളിക്കാൻ തന്നെ ഇവിടെ ടൈം. ഒന്ന് പോടി. ടീച്ചർ വരും. നിങ്ങൾ അറിഞ്ഞോ? മഞ്ജു ടീച്ചർ 5 പേപ്പർ കൊടുക്കുന്നു. എന്റെ ദൈവമേ, പിന്നെ നീ കണ്ട സത്യമാണോ? എന്റെ ഉണ്ട കണ്ണിലോട്ട് നോക്കി. എന്റെ ഉണ്ട കണ്ണോണ്ട് കണ്ട കാര്യമാണ് ഞാൻ പറയുന്നേ. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും നമുക്ക് പേപ്പർ കണ്ട് തരുന്ന ഉറപ്പാണ് കേട്ടാ. വീട്ടിലോട്ട് പോകണമല്ലോ വൈകുന്നേരം. നീ കൂടെ കേറുന്ന ടീച്ചർ വന്ന്. എന്തുവാണോ? ചന്തയാണോ ഇത്? 5 മിനിറ്റ് അടക്കിയിരിക്കാൻ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട്. നേരെ അവിടെ ഇങ്ങോട്ട് വരും അലക്കാൻ വേണ്ടിട്ട്. ടീച്ചർ നല്ല കലിപ്പിലാണ്. ഇത്രയും മോശം ഡിവിഷൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്തോ ചിലപ്പോ ഇത് എനിക്ക് എന്താണ് വായ കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ടീച്ചർ. നെരികെ കുത്തിയിരിക്കുന്നേ. അത്ര സീറ്റൊന്നും ഇല്ലേ ബാക്കിലൊന്നും? ടീച്ചർ, എനിക്ക് ബാക്കിൽ ഇരുന്ന് നല്ല ബോർഡ് കാണാൻ കഴിയത്തില്ല. കുറച്ചുകൂടെ നീങ്ങിയിരുന്നേ. ഇവിടെ വന്നിരിക്കും. നിങ്ങൾക്ക് ഉച്ച വരെ ക്ലാസ് ഇല്ല എന്നാ ഇവിടെ ബഹളമൊന്നും വെക്കാൻ നിൽക്കേണ്ട. ഞങ്ങൾക്ക് ചെറിയ മീറ്റിംഗ് ഉണ്ട് ടീച്ചേഴ്സിന്, കേട്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും. ഒരു ലീഡറിനെ തയ്യാറാക്കിയിട്ട് പോവാം. കാതർ വാടാ, ലീഡറായിട്ട് നിൽക്കണേ. അലിക്കുന്നുണ്ട് പേര് ലിസ്റ്റ് എഴുതി ടീച്ചറെ ഏൽപ്പിക്കണം കേട്ടോ. അലക്കിയൊന്നും വേണ്ട കേട്ടോ ആരും. നല്ല കുട്ടികളായിട്ട് ടീച്ചർ. അയ്യോ, ഇതാരും ചിത്രത്തമ്പുരാട്ടിയാണോ പറയുന്നേ? എന്റെ ദൈവമേ, ഫസ്റ്റ് എഴുതുന്ന പേര് തന്നെയായിരിക്കും. അപ്പോ ടീച്ചർ അലക്കാതിരിക്കാം. ഞങ്ങൾക്ക് മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ടീച്ചർ വരത്തുള്ളൂ കേട്ടോ. അതിലൊന്ന് പേരെഴുത്. കഴിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ചെവിയെ കൊണ്ട് എല്ലാരും സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ പറ്റും. മിണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാരും പേര് എഴുതി വെക്കും. ഈ ക്ലാസ്സിൽ കഴിച്ചാൽ ടീച്ചറിനെ പറഞ്ഞു കൊടുക്കും. കാതറേ,
അറിയോ? ഓ, ഈ പിള്ളേരെന്ന് എന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നാളെ ഒന്നും മിണ്ടായിരുന്നേ. അല്ല പിന്നെ നമുക്ക് കഴിക്കാമാ. ചിക്കൻ പൊരിച്ചുണ്ട്. പെണ്ണെ, എനിക്ക് തരാത്തൊന്നും നിന്നെ കൊന്നായേ. പടച്ചോനെ, ബോറടിച്ചിട്ട് വയ്യ. ചോറ കഴിക്കാൻ വിട്ടെങ്കിൽ ഇപ്പൊ ചോറെങ്കിലും ഉണ്ടായിരുന്നു. മനുഷ്യന് വിശന്നിട്ട് വയറ്റി കിടന്ന് ഊത് പറക്കാണ്. ഓ, എന്താ മണം. ഇന്ന് കഞ്ഞിപ്പരിയിൽ സാമ്പാറാണെന്നാ തോന്നുന്നേ. എല്ലാരെ വലിച്ചു വാരി തിന്നോളണം കേട്ടോ. അടി കൊണ്ട് ഇവിടെ കിടക്കാനുള്ള ഉച്ചയ്ക്ക് ശേഷം. എടേ, കുരുമുളക് എടുത്ത് കൈ തേച്ചാലേ അടിച്ചാലൊന്നും നോവത്തില്ല കേട്ടാ. നിങ്ങൾക്ക് ആർക്കും കുരുമുളക് വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞത് പൈസക്ക് ഞാൻ തരാം കേട്ടോ. ഏയ്, നോവത്തൊന്നുമില്ല. ഞാൻ എപ്പോഴും ട്രിക്കല്ലേ ഉപയോഗിക്കുന്നേ. ഞാൻ എന്ന് വീട്ടിൽ വരുമ്പോ കുറെ കുരുമുളക് എടുത്തോണ്ടാ വരുന്നേ. എടി കുറച്ച് കുരുമുളക് നമുക്കൂടെ താടി. ഈയുടെ മനമേ അങ്ങനെ ഫ്രീ ആയിട്ട് തരാൻ പറ്റത്തില്ല. ഒരു കുരുമുളകിന് 5 രൂപ വെച്ച് വേണം. അയ്യടെ മനമേ, ചാവാൻ കിടക്കുമ്പോഴാണല്ലോ കുരുമുളക് വെച്ചോടന്ന് പോടി വെച്ചേ. സത്യത്തെ ആ പെണ്ണ് തലയ്ക്ക് മുഴുവൻ പ്രാന്താപടിന്. നീ ഇതൊന്നും കേട്ട് വിശ്വസിക്കില്ലേ? കുരുമുളക് തേച്ചത് എങ്ങനെയാണ് അടി കിട്ടുമ്പോ നോവാതിരിക്കുന്നേ? അവൾക്ക് നല്ല ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടി പൈസ വേണം. അത് നമ്മളെ മണ്ടന്മാരാക്കുന്നത് അവള്. ടീച്ചർ, ആ മകളെ, നിങ്ങൾക്ക് നേരത്തെയാണ് ഊണ് കേട്ടോ. നേരത്തെ പോയി കഴിക്കുക കേട്ടോ. ഉച്ചയായല്ലോ. ടീച്ചറെ, മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു ടീച്ചറെ. ആ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ടീച്ചേഴ്സ് വരും കേട്ടോ പഠിപ്പിക്കേ. എല്ലാവരും പോയി ഉണ്ട് ചോറുണ്ട് ഇട്ടോ കേട്ടോ. അതെ അതെ, ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് മഞ്ജു ടീച്ചർ വരുന്നേ. ദൈവമേ, മഞ്ജു ടീച്ചറൊന്നും അല്ല. അത് മറ്റേ സുഗുണ ടീച്ചർ അല്ലേ? മഞ്ജു ടീച്ചറിനെ കണ്ടാൽ സുഗുണ ടീച്ചറിനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. രണ്ടും ഒരുപോലെ ആയിരിക്കുന്നേ. ദൈവമേ, ഇന്ന് വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ആരും ബോറടിക്കണ്ട. ഞാൻ വേണമെങ്കിൽ പാട്ട് പാടിത്തരാം എല്ലാവർക്കും. എടാ സൽമാൻ, നീ അടിച്ചുള്ളൊരു പാട്ട് പാടാ. ശരിയാ, ബോറടിച്ചിട്ട് ഇരിക്കാം. ഒരു പാട്ട് പാടാം സൽമാനെ. ഞാൻ ഒരു വരി പാടാം, പക്ഷെ ബാക്കി നിങ്ങൾ ഏറ്റു പാടണം. ഓക്കേ ഓക്കേ, ഡൺ. നീ പാടാ സൽമാനെ. പടച്ചോനെ, ശരി കേട്ടാ. ഈ ചെറുക്ക താമസിക്കത്തില്ലല്ല. എടാ പാടടാ അങ്ങോട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണി മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്. ഇനി പാത്തു, ഇത് നിന്നെ ഉദ്ദേശിച്ച് പാടിയ പാട്ടാണ് കേട്ടോടി. ഈ ചെറുക്കനെ കഴുത്ത് നെരിച്ചത് കൊന്നാളെന്നാണ് ആലോചിക്കുന്നേ. എന്റെ കയ്യിൽ വേറൊരു പാട്ടുണ്ട്, പാടട്ടെ? പാടിക്കോ പാടിക്കോ, വേഗം പാടിക്കോ. സാറേ സാറേ സാമ്പാർ. അയ്യോ ടീച്ചർ, അയ്യോ ടീച്ചറെ, എന്തുവാടാ ഇവിടെ? ഗാനമേളയാണോ? അയ്യോ ഗാനമേള അല്ല ടീച്ചറെ, പേരെഴുതാൻ നിന്നതാ. ഇരിക്കണോ സീറ്റില്? നിങ്ങളൊക്കെ നല്ല പാട്ടുകാരാണല്ലോ മക്കളെ. ടീച്ചർ നല്ല സന്തോഷത്തിലാണല്ലോ അടി. അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും ജയിച്ചെന്നല്ലേടി? ടീച്ചറിന്റെ മുഖം കണ്ടാൽ അറിയാം നമ്മളെല്ലാരും ജയിച്ചിട്ടുണ്ട് മിക്കവാറും. ഊണൊക്കെ കഴിച്ചോ മക്കളെ എല്ലാരും? ടീച്ചറെ, നമ്മളിപ്പോ കഴിച്ചിട്ട് വന്നതേ ടീച്ചറെ. ആണോ? എല്ലാരും വയറ് നിറച്ചുണ്ടോ? ടീച്ചറെ, ഞാൻ 2 വട്ടം വാങ്ങിച്ചിട്ടുണ്ട് ടീച്ചറെ. സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരുന്നു. ടീച്ചർ എന്താടി ഇത്രയും സന്തോഷത്തിരിക്കുന്നേ? ടീച്ചറിനെ വിശ്വസിക്കണ്ടടി. ചിലപ്പോ ടീച്ചറിന്റെ മുഖം മാറാൻ ചാൻസ് ഉണ്ട്. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ? ആണോ പാത്തു? എല്ലാരും ഉണ്ടോ അവിടെ? എന്താരും ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? ഉണ്ട് ടീച്ചറെ, എല്ലാരും ഉണ്ട്. പഞ്ഞ പിള്ളാരെ, ഞാൻ പറഞ്ഞില്ലേ ടീച്ചറിന്റെ മുഖം മാറുന്നു. ഞാൻ പറഞ്ഞില്ലേ? ഉണ്ണാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട. അന്ന് വയറ് നിറച്ച് സദ്യ നിന്ന് അങ്ങനെ കാടിയും പാടി അങ്ങ് കളിച്ചങ്ങ് വീട്ടിൽ പോവും. 4 അക്ഷരം പഠിക്കണമെന്നാ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നു. തോറ്റടി, നമ്മളെല്ലാത്തിനും തോറ്റടി. ദൈവമേ, എനിക്ക് പേടിയാവുന്നു. ഒരു കാര്യം, ആരും നാളെ ഇങ്ങോട്ട് വരണ്ട. ഉണ്ണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ ഫുഡ് ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു വിടാം. നിങ്ങൾ അഡ്രസ് ഇവിടെ തന്നിട്ട് പോയാൽ മതി. ആണോ? ബസ് സ്റ്റാൻഡ് പിറകിലാണോ വീട്? ടീച്ചർ നമ്മളെ കുത്തി പറഞ്ഞതാ. എന്താ ഈ പരീക്ഷ എഴുതി വെച്ചിരിക്കുന്നേ? ഉണ്ട കണ്ണിനകത്ത് ഒരു 10 കിലോ ഐലൈനർ ഇട്ടോണ്ട് ഇങ്ങ് വരും. എന്തിനാ വരുന്നേ? മേക്കപ്പിന് ഒരു കുറവില്ല ഇവിടുത്തെ ഗേൾസിന്. എല്ലാവരുടെ മാർക്കുകൾ വായിക്കാം. ആരതി, ഗുഡ് ഗേൾ. എല്ലാവരും ക്ലാപ്പ് എടുത്തേടെ. 50 ഉണ്ട് കേട്ടോ. താങ്ക് യു ടീച്ചർ. നെക്സ്റ്റ് മാളു. എന്തിനാ മാളു നീ ഇങ്ങോട്ട് വരുന്നേ? ആ വീട്ടിലെങ്ങാനാണ് അമ്മയ്ക്ക് ഒരു പാത്രം കഴുകി കൊടുത്ത് തൂത്തുവാരി തുണിയെ കഴുകി വിട്ടെടുത്ത് അവിടെ ഇരുന്നൂടെ? എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? 50ൽ 8 മാർക്ക്. ഞാൻ പിടിക്കുന്നുണ്ട്. ഇരുന്നോ ഇപ്പൊ ഇരുന്നോ? എന്റെ അമ്മ വീട്ടിലേക്ക് പോലും കേട്ടത്തില്ല എന്നെ. അടുത്ത രുക്കു. ക്ലാസ്സിരുന്ന് വാചകം അടിക്കാൻ ഒരു കുറവുമില്ല രുക്കുവിന്. 50ൽ 12 മാർക്ക്.
തരാം, ഞാൻ പേപ്പർ എല്ലാവരും മാർക്ക് വായിച്ച് കൊടുത്തോട്ട് തരാം കേട്ടോ. ഇതിൽ ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അടുത്ത ചിത്ര. ചിത്രയാണ് ചിത്ര. എന്റെ പൊന്നേ, ഇത് എന്തോന്ന് കഴിവാണെന്നിട്ട് എനിക്ക് അറിയത്തില്ല. എന്താണ് ഇതിനടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ആ മേക്കപ്പ് ചെയ്യുന്ന സമയം അതിലൂടെ എന്തെങ്കിലും ടെക്സ്ചർ പഠിക്കാൻ. എത്ര മണിക്കൂർ മേക്കപ്പ് ചെയ്യോട്ടോ താൻ വീട്ടിൽ പോയി? എന്താ ഒന്നും മിണ്ടായില്ലേ? നാക്കില്ലേ വായില്? നിന്റെ നാക്കം ഗ്രൗണ്ടിക്കാക്കുമല്ലോ ബഹളങ്ങള്. 50-ന് 17 മാർക്ക്. നെക്സ്റ്റ് കണ്ണൻ. എന്റെ പൊന്നു കണ്ണാ, നിന്റെ കണ്ണിൽ ഈ കണ്ണല്ലേ ഇരിക്കുന്ന കണ്ണാ? ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചെഴുതിക്കൂടെ കണ്ണാ നിനക്ക്? കൂട്ടി എഴുതാളേനെ ഗുണിച്ച് വെക്കും, ഗുണിച്ചെഴുതാളേനെ മൈനസ് ചെയ്ത് വെക്കും. എന്താ കണ്ണാ ഇത്? കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കണ്ണന്? അമ്മ പറഞ്ഞ് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു ടീച്ചറെ. ആണോ? എനിക്ക് ആദ്യമേ കണ്ണാടി വെച്ചിട്ടോ, എന്നിട്ട് പഠിക്കാൻ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി. 50-ന് 10 മാർക്ക്. അടുത്ത കാദർ. കാദർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാദറിന് 32 മാർക്ക്. അടുത്ത സൽമാൻ. സൽമാൻ ഖാനാണെന്നാണ് സൽമാന്റെ വിചാരം. വല്ല ഡാൻസിന് പോടോ? ഈ സൽമാൻ ഖാന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പോവോ? എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അയ്യോ, ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ? ടീച്ചർ പറഞ്ഞാണ്ട ഞാൻ സൽമാൻ ഖാനാണെന്ന്. അപ്പൊ എന്റെ മസിൽ കണ്ടിട്ടല്ലേ ടീച്ചർ അങ്ങനെ പറഞ്ഞത്? സൽമാനെ ടീച്ചർ, ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പേപ്പറിൽ മാർക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. എന്നിട്ട് മസിലിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. 50-ന് 3 മാർക്ക്. നെക്സ്റ്റ് പാത്തോ. തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരും അമ്മമാരെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് വീട്ടിൽ എന്താണ് ജോലി എന്ന് എനിക്ക് അറിയണം. ആ കരി എഴുതുന്ന നേരം മതിയില്ല പാത്തു, ഇരുന്ന് പഠിക്കേ. പാത്തു തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ, കാര്യമില്ല. ഏട്ടാ അമ്മമാരെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. 2.5 മാർക്ക്. പരീക്ഷ എഴുതാത്താരുണ്ട്? ടീച്ചർ ഞാൻ എഴുതിയില്ല ടീച്ചർ. അയ്യോ, എഴുതാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ ഇതിൽ മുട്ടയോ 2.5-യോ 3.5-യോ വാങ്ങിച്ചേനാ. തോറ്റവരെല്ലാം വെളിയിറങ്ങിക്കേ. ക്ലാസ്സിൽ പുറത്തിറങ്ങി നിൽക്കുക തോറ്റവരെല്ലാരും. പോയി HM വിളിച്ചോണ്ടട്ടെ. എല്ലാവരും വെളിയിറങ്ങ്. തോറ്റവരെല്ലാരും വെളിയിറങ്ങ്.